വാച്ച്മാൻ. അപ്പൊ ഇതായിരുന്നു സെറ്റപ്പ് അല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ കേൾക്കും. കേക്കണം. നീ അങ്ങോട്ട് പോ. അച്ഛാ, അച്ഛാ. ഷൂട്ട് ചെയ്യാൻ വന്നതാ. ഒന്നും ചെയ്യാൻ. അല്ലടി, അയാളെ കണ്ടപ്പം അസുഖം പിടിച്ച പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വെടിവെച്ചേ. പക്ഷെ ജസ്റ്റ് മിസ്സായി. ആദ്യം താഴോട്ട് ഇറങ്ങാൻ നോക്ക്. വേണ്ട മോളെ, നമ്മുടെ പാചകക്കാരനും എന്റെ പിയെയും കൂടി പേ പിടിച്ച പോലെ എന്റെ പിന്നാലെ കടിക്കാൻ വരിക. ആ പെൺകുട്ടി എവിടെയുള്ളെന്ന് തുറന്ന് പറയാച്ചാ. മോനെ മോനെ, എനിക്കൊന്നും അറിയില്ല മോനെ. നീ പിന്നിലെ ഔട്ട് ഹൗസിൽ ചെന്ന് നോക്ക്. എന്റെ അനുയായികൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഒന്ന് ക്ഷമിക്കും മോനെ. അയ്യോ ഷീലേ, അങ്ങോട്ട് നിനക്കും നേരെ പിടിച്ചോ. ഇവറ്റയ്ക്ക് വെള്ള അലർജിയാന്ന് തോന്നുന്നു. ഇതല്ലേ ഫോട്ടോയിൽ കണ്ട പെണ്ണ്? വിധിയെ കണ്ടെത്താൻ സഹായിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഞാൻ ഡോക്ടർ ആവുമ്പോ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാ. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ യാതൊന്നും പ്രതീക്ഷിക്കാതെ അത് തീർച്ചയായും ചെയ്യുമെന്ന്. നീ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. ഇത് ഭീഷണിയല്ല. ഞങ്ങളുടെ മെഡിക്കൽ ടീമിനെ കോയമ്പത്തൂരുള്ള ലാബിലേക്ക് നീ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഇനി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നീ, നിന്റെ കുടുംബം, ഫ്രണ്ട്സ് ആരും തന്നെ ജീവനോടുണ്ടാവില്ല. Get up! Get up! Come on, shoot! അമ്മേ, നിന്നെയൊക്കെ ട്രാഫിക് പോലീസ് അല്ലടാ, ജസ്റ്റ് മിസ്. അളിയ, നമുക്ക് ഈ പൊതുസേവനം നിർത്തിയാലോ? ഡോക്ടർ. യെസ്, എവിടെയുണ്ട്? സർ. യാ, കം ഓൺ ഡോക്ടർ. കം ഓൺ, ഫാസ്റ്റ്, ക്വിക്ക്. Hey, go fast!
ഓക്കെ വേണ്ട വേണ്ട അയാളെ കേട്ടില്ല. അയാളെ അവൻ കടിച്ചിട്ടുണ്ട്. ദാ തോളത്തിൽ നോക്ക്. ഹെൽപ്പ് മീ പ്ലീസ്. പ്ലീസ് ഹെൽപ്പ് മീ. ഹെൽപ്പ് മീ. How could you just do that? രേണുമോളെ, Doctor! നീ ഒന്ന് സമാധാനപ്പെട്. സ്റ്റോപ്പ്. സർ, ഞാൻ കസബയിൽ എസ് ഐയാ. വളരെ അത്യാവശ്യമായിട്ട് ഈ ഡോക്ടേഴ്സിനെ എനിക്ക് കോയമ്പത്തൂർ GH കൊണ്ടുപോകണം. കമ്മീഷണറുടെ നേരിട്ടുള്ള ഓർഡർ സർ. വൈറസ് ബാധിച്ചവർ പുറത്തേക്ക് വിട്ട സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളായാലും ഞങ്ങളുടെ ജോലി പോകും സർ. സർ, മക്കളെ, സർ സാറായിരുന്നു. തൽക്കാലം ഞങ്ങളെ വിട്. കമ്മീഷണറോട് ഞാൻ സംസാരിച്ചോളാം. ശരി സാർ. ശരി സർ. അദ്ദേഹം നമ്മുടെ ആളാ. ഓക്കെ സർ. ഗാർഡ്സ് ഓപ്പൺ ദി ഗേറ്റ്. ഇതാ പറയുന്നത് രാഷ്ട്രീയത്തിലൊരു പിടി വേണമെന്ന്. Oh my God! ഡോക്ടർ ചെസ്റ്റിൽ എന്തോ ബ്ലഡ് ഉണ്ടല്ലോ. ബ്ലഡ് കണ്ടോ? നിക്ക്, ഞാൻ നോക്കാം. നത്തിങ്. ഇത് വളരെ ചെറിയ മുറിവാ. ഇൻഫെക്റ്റ് ആയ ഒരാൾ കടിച്ചതാ. റിലാക്സ് ഡോക്ടർ, ഒന്നുമില്ല. ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഡോക്ടർ. കാം കാം. ഐ ആം സോറി ഡോക്ടർ. Doctor, please! ഐ എം സോറി. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. വണ്ടിയിലുള്ളവരും മെഡിക്കൽ സാമ്പിൾസും സേഫ് ആയിരിക്കേണ്ടതാണ് പ്രധാനം. Doctor, but... ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ. നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റി നോക്കണമല്ലേ. നിങ്ങൾ എല്ലാവരുടെയും ശരീരത്തിൽ മുറിവുണ്ടോ ചെക്ക് ചെയ്തേ. ഒരു ചെറിയ പോറലുണ്ടെങ്കിൽ പോലും എന്നോട് പറയണം. വേഗം നോക്ക്. ഫാസ്റ്റ്. അല്ല ഡോക്ടർ, നിങ്ങൾക്ക് ഈ വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്ന് ഉടനെ കണ്ടുപിടിച്ച് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയൂ? ഈ വൈറസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ആന്റിബോഡി നമ്മൾ കണ്ടുപിടിച്ചാൽ 72 മണിക്കൂർ കൊണ്ട് മരുന്നുണ്ടാക്കി പേഷ്യൻസിന് കൊടുക്കാൻ കഴിയും. പക്ഷേ ആ വൈറസിനെ നശിപ്പിക്കുന്ന കെമിക്കൽ കണ്ടുപിടിക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അത് നടക്കാതെയും പോകാം. എന്താ നടക്കില്ല എന്ന് പറയുന്ന? ഹലോ, റിസ്ക് എടുത്താൽ നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. വേഗം GH എത്തിയാലേ ഞങ്ങൾക്ക് ജോലി ആരംഭിക്കാൻ പറ്റൂ. വിഷമിക്കാതിരിക്കും ഡോക്ടർ. കോയമ്പത്തൂർ നമ്മുടെ സ്ഥലമല്ലേ. മേട്ടുപ്പാളയം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ അവിടെ മുഴുവനും നമ്മളെ എല്ലാവരെയും സേഫ് ആയിട്ട് GH കൂട്ടിക്കൊണ്ടുപോകും. എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. വേണമെങ്കിൽ ജീവൻ തന്നെ തരും, അല്ലേ മോളെ? അവരോടൊന്നും ആവശ്യപ്പെടേണ്ട മിനിസ്റ്റർ. അവർ സഹായിക്കുമ്പോൾ ശരിക്കും ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു.